റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയുടെ ഞെട്ടിക്കുന്ന മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങിയ ഡി മണി അതാരാണെന്നറിയാമോ? ഡി മണി നിസാരക്കാരനല്ല, ദുബായ് മണി. ദുബായ് മണിയാണ്. ദാവൂദ് മണി എന്നും വിളിപ്പേരുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. തമിഴ്നാട് സ്വദേശിയായ മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ ദുബായ് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. നിർണായക വിവരങ്ങളാണ് മൊഴിയിൽ ഉള്ളത്. മൊഴിയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ: പഞ്ചലോഹ വിഗ്രഹങ്ങൾക്ക് പണം നൽകിയത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചാണ്. സ്വർണ്ണപ്പാളികൾക്കും അപ്പുറം പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് കടത്തിയത്. 2019-20 കാലഘട്ടത്തിൽ പണം കേരളത്തിലെത്തിയത് ഡിണ്ടിഗലിൽ നിന്നാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡി മണി, അതായത് ദാവൂദ് മണി എന്നും ദുബായ് മണി എന്നും ഒക്കെ അറിയപ്പെടുന്ന ഡി മണി വിമാനമാർഗം തിരുവനന്തപുരത്തെത്തുന്നു. മൊഴിയിൽ ഇപ്പോൾ വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് SIT. TV പ്രസാദ്, ഈ വ്യവസായി പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമെങ്കിൽ 2020 ഒക്ടോബർ മാസത്തിൽ നടന്ന ഈ പണക്കൈമാറ്റത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദുബായ് മണി എന്ന് വിളിക്കുന്ന ഡി മണി എന്ന് വിളിക്കുന്നയാളും ഒരു ഉന്നതനും ശബരിമലയിൽ സ്വാധീനമുള്ള ഒരു ഉന്നതനും ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് കടത്തിയിരിക്കുന്നത്. അത് ലക്ഷങ്ങൾ ഒരുപക്ഷെ കൈപ്പറ്റിയിട്ടുണ്ടാവും. പണം എത്തിച്ചത് ഡിണ്ടിഗലിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഈ വ്യവസായി പറയുന്നുവെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവം ഉണ്ടാവണമല്ലോ. വളരെ സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ വെച്ചാണ് ഇത് കൈമാറ്റം നടന്നിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ. അതിലേക്ക് ഇപ്പോൾ SIT ആ അന്വേഷണത്തിലേക്ക് പോവുകയാണോ? ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കണ്ട ദ്വാരപാലക ശില്പപാളിയോ കട്ടളപ്പാളിയോ ഒന്നുമല്ല, അതിനേക്കാൾ ഗൗരവമേറിയ വിഷയമായി ഇത് മാറുകയാണോ? കടത്തിയത് പഞ്ചലോഹ വിഗ്രഹമാണേ. ഉറപ്പായും അരുൺ, ഗൗരവമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്നുള്ളതാണ്. ഈ വ്യവസായി ഇങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്കറിയാവുന്നതുപോലെ ഒരു വ്യവസായി അതേ വ്യവസായം ചെയ്യുന്ന മറ്റൊരാൾ നടത്തുന്ന ഇടപാടുകളെ കുറിച്ച് ധാരണയുള്ളവരായിരിക്കും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ പോലും ഏതെങ്കിലുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരൊക്കെയാണ് കൂടുതൽ നമുക്ക് അത്തരം വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇൻപുട്ട് തരുന്നത്. അതേപോലെ തന്നെ ഈ തരത്തിലുള്ള വ്യവസായം നടത്തുന്ന മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാകാം. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം ഈ വിവരം കൃത്യമായി ചെന്നൈയിലെ ആ വ്യവസായിക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ദുബായ് മണിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ്. അത് പറയുമ്പോൾ തന്നെ അരുൺ, അതിലൊരു ചെറിയ പൊരുത്തക്കേടുള്ളത്, അതായത് ശബരിമലയിൽ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അയ്യപ്പന്റെ വിഗ്രഹം ഒഴികെ മറ്റൊരു പഞ്ചലോക വിഗ്രഹങ്ങളും ശബരിമലയിൽ ഇല്ല എന്നുള്ളതാണ്. ഇനി ഒരുപക്ഷെ നമ്മൾ കണ്ടതുപോലെ നേരത്തെ 2015-ലാണ് 18 പടികൾ മാറ്റിയത്. ഈ 18 പടികളും പഞ്ചലോഹങ്ങളാണ്. ഇനി ഒരുപക്ഷെ ആ സമയത്തെ പടികൾ എടുത്തു മാറ്റിയതാണോ കൊടുത്തത് എന്ന കാര്യം അറിയില്ല. മാത്രവുമല്ല, മുരാരി ബാബു നേരത്തെ വൈക്കം ക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയത്ത് അവിടെ മുരാരി ബാബുവിനെതിരെ പരാതി ഉണ്ടായിരുന്നു. അവിടുത്തെ ചില സാധന സാമഗ്രികൾ മോഷ്ടിച്ചു എന്ന ആരോപണം ഉയർന്നിരുന്നു. ഇനി വൈക്കം ക്ഷേത്രത്തെ എങ്ങാനും പഞ്ചലോക വിഗ്രഹങ്ങളാണോ, അതല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മറ്റേതെങ്കിലും ക്ഷേത്രത്തിലേതാണോ? ഇനി അതല്ല, ഞാൻ പറഞ്ഞതുപോലെ ശബരിമലയിലെ 2015 അവിടെ നിന്ന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ മാറ്റിയ 18 പടികളുടെ ഭാഗമായി വരുന്ന പഞ്ചലോകത്തിന്റെ പീസുകളാണോ എന്ന കാര്യത്തിലെല്ലാം ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ആ വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തി എന്ന കാര്യം അറിയാം. ഒരുപക്ഷെ അത് പഞ്ചലോക വിഗ്രഹം തന്നെ ആകണമെന്നില്ല. പഞ്ചലോഹം ഈ പറയുന്നത് പോലെ 18 പടി പഞ്ചലോഹം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇനി അതുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അരുൺ, കൊടിമരത്തിന്റെ ഭാഗങ്ങളോ ഇനി അതല്ല 2 കൂറ്റൻ മണികളാണോ എന്നുള്ളതാണ്. ആ മണികൾക്ക് വലിയ കോടികൾ വില വരുന്ന മണികളാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പരാമർശിച്ചതുപോലെ ശബരിമലയിൽ ഈ കാലയളവിൽ നടന്ന ഒരുപാട് പുനരുദ്ധാരണങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി പഴയ വസ്തുക്കളാണോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരുത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ്. എന്തായാലും വ്യവസായിയുടെ മൊഴി അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം എടുക്കുന്നത്. നേരത്തെ അരുണ് പറഞ്ഞതുപോലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികളിലോ കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളിയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അന്വേഷണമായിട്ട് ഇനിയിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള മാറില്ല എന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ ശബരിമലയിലെ നമ്മൾ നേരത്തെ പരാമർശിക്കുന്ന മറ്റ് പല കാര്യങ്ങളിലേക്കും പോകുന്നതോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ മറ്റ് ക്ഷേത്രങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ വ്യവസായിയുടെ മൊഴിയിലൂടെ പുറത്തേക്ക് വരുന്നതും. ഓക്കെ, താങ്ക് യു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ചില വിവരമാണ് വ്യവസായി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയണം. ആ മൊഴിയിൽ വിശദമായ പരിശോധനയ്ക്ക് SIT ഒരുങ്ങുന്നുണ്ട്. ഇത് ശബരിമലയിൽ തന്നെയുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങളാണോ, അതല്ല മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങളാണോ, അതല്ല ഇനി 18-ാം പടിയുടെ ഭാഗമായിട്ടുള്ള പഞ്ചലോഹത്തിൻ്റെ ഭാഗങ്ങളാണോ? ഇതൊക്കെ ഇനി പുറത്തു വരേണ്ട വിവരങ്ങളാണ്. പക്ഷേ അതിൽ വളരെ നിർണായകമായ ചില വിവരങ്ങളുണ്ട്. ഞെട്ടിപ്പിക്കുന്ന വിവരം, തിരുവനന്തപുരത്ത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്ന് പണം കൈമാറിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. പണം കൈപ്പറ്റി ഉന്നതനാര്?
കാത്തിരിക്കൂ, അല്പസമയത്തിൽ നമുക്കതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കാം.